ഫിയോൺ ബോട്ടിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് ഈ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്നത് സിൽക്കി കോട്ട സാരിയാണ്. ഈ സിൽക്കി കോട്ട സാരിക്ക് എംബ്രോയ്ഡറി വർക്കും കട്ട് വർക്കും കൂടിയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ ഡിസൈൻ വരുന്നത് ഇങ്ങനെയാണ്. ഇതിൻ്റെ പല്ലുവാണ് ഈ വരുന്നത്. ഡയമണ്ട് ഷേപ്പിലുള്ള കട്ട് വർക്ക് വരുന്നു ഇതിൽ. പിന്നെ എംബ്രോയ്ഡറി വർക്കും ഇത് കണ്ടോ ഇങ്ങനെയാണ് ഇത് വരിക. അതുപോലെ ആ പല്ലുവിൽ ഈ ഡയമണ്ട് ഷേപ്പ് ഓൾ ഓവർ വരുന്നുണ്ട് സാരിയിൽ. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ്, വിത്ത് ബ്ലൗസാണ്. ഇപ്പോൾ ഇതിൻ്റെ 12 കളേഴ്സ് ഉണ്ട്. നമുക്കത് ഓരോന്നായിട്ടൊന്ന് കാണാം. ഇതൊരു ഒണിയൻ പിങ്ക് ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് ഇതിൻ്റെ ബോഡി പാർട്ട് വരിക. 2 സൈഡിലും കട്ട് വർക്കും എംബ്രോയ്ഡറി വർക്കും കൂടെ വന്നിരിക്കുന്നു. ഈ ഭാഗത്ത് എല്ലാത്തിൻ്റെയും പോലെ പ്ലീറ്റ്സിൻ്റെ ഭാഗം വരെ ഈ ഡിസൈൻ വരുന്നുള്ളൂ. പിന്നെ പ്ലീറ്റ്സിൻ്റെ ഭാഗം വരുമ്പോൾ ഇങ്ങനെയാണ് ഒരു ഡയമണ്ട് ഷേപ്പിലുള്ള എംബ്രോയ്ഡറി വർക്കും അതുപോലെ ബോർഡർ തിക്കായിട്ടുള്ള കട്ട് വർക്കും എംബ്രോയ്ഡറി വർക്കും കൂടെ വന്നിരിക്കുന്നു. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു വരിക. ഇതാണ് പല്ലുവിലെ ഡിസൈൻ വരുന്നത്. ഈ ഡയമണ്ട് ഹാഫായിട്ട് നമ്മുടെ പ്ലീറ്റ്സിൻ്റെ ഭാഗത്ത് ഈ എംബ്രോയ്ഡറി വർക്ക് ഹാഫായിട്ടും വരുന്നുണ്ട്. ബോഡി പാർട്ടിൽ ഓൾ ഓവറും വരുന്നുണ്ട്. വിത്ത് ബ്ലൗസ് പീസ് പ്ലെയിൻ ആയിട്ടാണ് വരിക. ഇതാണ് ഇതിൻ്റെ മെറ്റീരിയൽ. ഇങ്ങനെയാണ് ഇത് വരിക. നമുക്കിത് ഡെയിലി വെയർ ആയിട്ടോ എല്ലാം യൂസ് ചെയ്യാൻ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള വെയ്റ്റ്ലെസ് ആയിട്ടുള്ള ഒരു സാരിയാണ്. റേറ്റ് വരുന്നത് 1885 ആണ്. നല്ലൊരു പീച്ച് ഷെയ്ഡിലാണ് ഇത് വന്നിരിക്കുന്നത്. ഏത് കളർ ടോണുകാർക്കും അനുയോജ്യമായ കളർ ഷെയ്ഡാണ് ഇത് വരുന്നത്. ഇതിൽ സെൽഫായിട്ടുള്ള എംബ്രോയ്ഡറി വർക്കും കട്ട് വർക്കുമാണ് ഈ സാരികൾക്കെല്ലാം. ഞാൻ ഈ 12 കളേഴ്സിനും അതിൻ്റെ സെൽഫായിട്ടുള്ള എംബ്രോയ്ഡറി വർക്കും കട്ട് വർക്കുമാണ് വന്നിരിക്കുന്നത്. 2 സൈഡിലും ബോർഡറും കട്ട് വർക്കും വന്നിരിക്കുന്നു. പ്ലീറ്റ്സിൻ്റെ ഭാഗമാകുമ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഡിസൈൻ വരിക. ഡിസൈനുകളും എല്ലാം സെയിം. അതുപോലെ കളറിൽ മാത്രം മാറ്റമുള്ളൂ, ബാക്കിയെല്ലാം സെയിം തന്നെയാണ്. റേറ്റ് 1885 ആണ്. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു വരിക. ഇതൊരു പീച്ച് ഷെയ്ഡിൽ സെൽഫായിട്ട് തന്നെ, ഒത്തിരി പ്രൊജക്റ്റ് ചെയ്യുന്നില്ല, എന്നാലും നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല ഭംഗിയായിട്ടുള്ള എംബ്രോയ്ഡറി വർക്കും കട്ട് വർക്കും. അപ്പോൾ നമ്മുടെ ഈ ഭാഗത്തുള്ള ആ ഡയമണ്ട് ഷേപ്പിൽ തന്നെയാണ് ഇതിൽ കട്ട് വർക്കും വന്നിരിക്കുന്നത്. ശരിക്കും കാണാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇങ്ങനെ തന്നെയാണ് ഇതിൻ്റെ വരിക. ഇതൊരു പർപ്പിൾ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. എല്ലാത്തിൻ്റെയും ഡിസൈനുകൾ ഞാൻ പറഞ്ഞല്ലോ, സെൽഫായിട്ടുള്ള ഡിസൈൻ തന്നെ. സെൽഫിൽ എംബ്രോയ്ഡറി വർക്കാണ് വരിക. അതുപോലെ കട്ട് വർക്കും വന്നിരിക്കുന്നു. ഈ സൈഡിൽ പ്ലീറ്റ്സിൻ്റെ ഭാഗം വരെയും പിന്നെ ഈ പ്ലീറ്റ്സിൻ്റെ ഭാഗം ആവുമ്പം ഹാഫായിട്ടും ഈ ഡിസൈൻ ഇങ്ങനെയാണ് വരിക. ഫുള്ളായിട്ടും നമുക്ക് ഈ മെറ്റീരിയൽ ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാം. വാഷബിളാണ്. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു വരിക. ഇതാണ് ഇതിൻ്റെ പല്ലു വിത്ത് ബ്ലൗസ്. ഇങ്ങനെയാണ് ഇതിൻ്റെ ഉൾഭാഗം വരുന്നത്. ഇതാണ് ഇതിൻ്റെ ഉൾഭാഗത്ത് വരുന്നത്. ഇതാണ് ആ കട്ട് വർക്കും എംബ്രോയ്ഡറി വർക്കും കൂടെ വരിക. ഇതൊരു പിങ്കിൻ്റെ ഷെയ്ഡിലാണ് ഈ സാരി വന്നിരിക്കുന്നത്. ഒരു ലൈറ്റ് ഷെയ്ഡായിട്ട് വരും. ഇതിലും 2 സൈഡിലും ബോർഡർ വരുന്നു, കട്ട് വർക്ക് വരുന്നു, എംബ്രോയ്ഡറി വർക്ക് വരുന്നു. ബോഡി പാർട്ടിൽ ഡയമണ്ട് ഷേപ്പിൽ ഫുള്ളായിട്ടും ഡിസൈൻ എംബ്രോയ്ഡറി വർക്ക് വന്നിരിക്കുന്നു. പ്ലീറ്റ്സിൻ്റെ ഭാഗമാകുമ്പോഴേക്കും ഇങ്ങനെയാണ് വരിക. ഇത് പല്ലു. ഇതാണ് ഇതിൻ്റെ പല്ലുവിലുള്ള ഈ ഡിസൈൻ വന്നിരിക്കുന്നത്. സെൽഫായിട്ട് ഒത്തിരി പ്രൊജക്റ്റ് ചെയ്യാതെ ഈ പിങ്കിനോട് സ്വല്പം ഡാർക്കായിട്ടുള്ള എംബ്രോയ്ഡറി വർക്കും കട്ട് വർക്കും. അപ്പോൾ ആ ഡയമണ്ടിനോട് സാദൃശ്യമായിട്ടുള്ളൊരു ഡയമണ്ടിലാണ് ഈ കട്ട് വർക്ക് വന്നിരിക്കുന്നത്. റേറ്റ് 1885 ആണ്. പേസ്റ്റൽ കളേഴ്സിൽ നല്ലൊരു കളറാണിത്. ഇതെങ്ങനെയാണെന്ന് എനിക്ക് കറക്റ്റ് ഇതിൻ്റെ കളർ ഷെയ്ഡ് പറയാൻ എനിക്കും അത്ര വശമില്ല. എങ്കിലും നല്ലൊരു കളറാണെന്ന് മാത്രം. അതിനോട് തന്നെ ഹൈലൈറ്റ് ചെയ്ത് തന്നെയാണ് അതിൽ കട്ട് വർക്കും എംബ്രോയ്ഡറി വർക്കും വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു വരിക. വേണ്ടോ, ഇങ്ങനെയാണ്. നല്ലൊരു കളറാണ്. വിത്ത് ബ്ലൗസാണ്. ബ്ലൗസ് പീസ് പ്ലെയിൻ ആയിട്ട് തന്നെയാണ് വരിക. ഏത് കളർ ടോണുകാർക്കും അനുയോജ്യമാണ് ഈ കളറ്. ഇങ്ങനെയാണ് ബോഡി പാർട്ട് ഓൾ ഓവർ വരിക. ആ ഡയമണ്ട് ഷേപ്പിലുള്ള എംബ്രോയ്ഡറി വർക്ക് വന്നിരിക്കുന്നു. പ്ലീറ്റ്സിൻ്റെ ഭാഗമാകുമ്പോഴേക്കും ഇങ്ങനെ തന്നെ ഹാഫായിട്ട് ആ എംബ്രോയ്ഡറി വർക്ക് വരുന്നു. അതുപോലെ ബോർഡർ തിക്കായിട്ട് തന്നെ വന്നിരിക്കുന്നു. എല്ലാത്തിൻ്റെയും പോലെ തന്നെ. റേറ്റും
എല്ലാത്തിൻ്റെയും റേറ്റ് തന്നെ 1885 ആണ്. ഇതൊരു നല്ലൊരു ലാവണ്ടർ ഷെയ്ഡിലാണ് ഈ സാരി വന്നിരിക്കുന്നത്. അപ്പോൾ ഞാനിതിനെ 1 ലെയർ ആയിട്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. കാരണം ഇത് എന്തുമാത്രം ട്രാൻസ്പെറൻ്റ് ആണെന്ന്, സിൽക്കി കോട്ട ട്രാൻസ്പെറൻ്റ് ആണോ എന്ന് എല്ലാവരും ചോദിക്കാറുണ്ട്. അപ്പം ചിലർക്കൊക്കെ ഒരു ഡൗട്ടുണ്ട്. അറിയാവുന്നവർക്ക് ഇതിനെക്കുറിച്ച് അറിയാം. അപ്പം അവർക്ക് വേണ്ടിയിട്ട് ഇത് കണ്ടോ, ഇങ്ങനെയാണ് ഞാനിത് 1 ലെയർ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു വരിക. പല്ലുവിലുള്ള ഡിസൈൻ ഈ ലാവണ്ടറിനേക്കാളും കുറച്ചുകൂടെ ഡാർക്കായിട്ട് വരുന്ന എംബ്രോയ്ഡറി വർക്കും അതുപോലെ ആ ഡയമണ്ട് ഷേപ്പിനോടനുബന്ധിച്ച് വരുന്ന ഒരു കട്ട് വർക്കും കൂടിയാണ് ഇതിൽ വരിക. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു വരുന്നത്. ഇതുണ്ടോ, അങ്ങനെ ചുളുങ്ങുന്ന മെറ്റീരിയലൊന്നുമല്ല, വെയ്റ്റ്ലെസ് ആണ്. നമുക്ക് 1 ലെയർ ആയിട്ട് ഇങ്ങനെ വെയർ ചെയ്യുന്നതിന് യാതൊരു പ്രോബ്ലവും ഇല്ല. ഇങ്ങനെയാണ് ഇതിൻ്റെ ബോഡി പാർട്ടിലേക്ക് വരിക. പിന്നെ പ്ലീറ്റ്സിൻ്റെ ഈ ഭാഗം വരെയാണ് ഈ ഡിസൈൻ വരുന്നുള്ളൂ. ബാക്കിയുള്ള പോർഷനിൽ ഹാഫായിട്ട് ഇങ്ങനെ വരുന്നു. വിത്ത് ബ്ലൗസ് പീസ് പ്ലെയിനുമായിട്ടാണ് വരുന്നത്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 1885 ആണ്. ഇതൊരു ഒലിവ് ഗ്രീൻ ഷെയ്ഡിലാണ് ഇത് വന്നിരിക്കുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം ഈ സിൽക്കി കോട്ടയുടെ തന്നെ ഒരു വീഡിയോ ചെയ്തിരുന്നു. സെയിം റേറ്റിൻ്റെ തന്നെ സെയിം മെറ്റീരിയൽ. പക്ഷേ അതിനുണ്ടായിരുന്ന പ്രത്യേകത ഇതിനോട് കോൺട്രാസ്റ്റ് ആയിട്ടുള്ള എംബ്രോയ്ഡറി വർക്കും കട്ട് വർക്കായിരുന്നു. പക്ഷേ ഇതിൻ്റെ സെൽഫായിട്ടുള്ള എംബ്രോയ്ഡറി വർക്കും കട്ട് വർക്കുമാണ് ഇതിൽ വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു വരിക. ആ ഡയമണ്ട് ഷേപ്പിലുള്ള എംബ്രോയ്ഡറി വർക്ക് ഈ പല്ലു ഓൾ ഓവർ വരുന്നുണ്ട്. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു വരുന്നത്. വിത്ത് ബ്ലൗസ് പീസ് പ്ലെയിനുമായിട്ട് വരുന്നു. ബോഡി പാർട്ട് ഇങ്ങനെയാണ് വരിക. പിന്നെ പ്ലീറ്റ്സിൻ്റെ ഭാഗമാകുമ്പോൾ ആ ഡിസൈനുകൾ ഇങ്ങനെ വരുന്നു. ഇതൊരു ബ്ലൂവിഷ് ഗ്രീൻ ഷെയ്ഡിലാണ് ഈ സാരി വന്നിരിക്കുന്നത്. ഇതിൽ ഈ ഡയമണ്ട് ഷേപ്പ് ഇച്ചിരിയുടെ ഡാർക്ക് കളറായിട്ട് വരുന്നു. അതുപോലെ ഇതിൻ്റെ ബോർഡറും വരുന്നു. പ്ലീറ്റ്സിൻ്റെ ഭാഗമാകുമ്പോൾ ഇങ്ങനെയാണ് വരിക. ആ ഡയമണ്ട് എംബ്രോയ്ഡറി വർക്ക് ഏകദേശം ഹാഫായിട്ട് തന്നെ വരുന്നുണ്ട്. അതുപോലെ തിക്കായിട്ടുള്ള ബോർഡറും വരുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ ബോർഡർ വരിക. ഇതാണ് പല്ലുവും വരുന്നത്. ഇങ്ങനെയാണ് വരിക. ഇതിനോട് സ്വല്പം ഡാർക്കായ കളറിൽ ഈ എംബ്രോയ്ഡറി വർക്കും കട്ട് വർക്കും വരുന്നു. വിത്ത് ബ്ലൗസ് പീസ് പ്ലെയിനായിട്ട് തന്നെ വരുന്നു. റേറ്റ് വരുന്നത് 1885. നല്ലൊരു പിങ്ക് ഷെയ്ഡിലാണ് ഈ സാരി വന്നിരിക്കുന്നത്. എല്ലാം നല്ല ഭംഗിയുള്ള കളറുകളും നല്ല വർക്കുകളും. ഇപ്പോൾ ഏത് പ്രായക്കാർക്ക് അനുയോജ്യമാണെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം അത്രയ്ക്കും ഭംഗിയാണ് ഇതിലുള്ള എംബ്രോയ്ഡറി വർക്കും ആ കട്ട് വർക്കും എല്ലാം. അതുപോലെ കളേഴ്സും ഇതുണ്ട്. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു വരിക. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെയാണ് ഇതിൻ്റെ എംബ്രോയ്ഡറി വർക്കും കട്ട് വർക്കും വന്നിരിക്കുന്നത്. ഇതിൻ്റെ ഉൾഭാഗവും ഇങ്ങനെയാണ് വരുന്നത്. അതിൻ്റെ ഉൾഭാഗമാണിത്. ഇത് വിത്ത് ബ്ലൗസ് പീസ് പ്ലെയിനായിട്ട് തന്നെ വരുന്നു. ഇങ്ങനെയാണ് ഇത് ഓൾ ഓവർ വരിക. പ്ലീറ്റ്സിൻ്റെ ഭാഗമാകുമ്പോൾ ഇങ്ങനെ ഹാഫായിട്ട് ആ ഡയമണ്ട് ഷേപ്പിലുള്ള എംബ്രോയ്ഡറി വർക്കും അതുപോലെ ആ ബോർഡറും കൂടെ വന്നിരിക്കുന്നു. എല്ലാ കളേഴ്സും സൂപ്പർ കളേഴ്സ് തന്നെ പറയാം. ഇത് നല്ലൊരു ബ്ലൂ ഷെയ്ഡിലാണ് ഇത് വന്നിരിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, എല്ലാ കളറുകളും ഒന്നിനൊന്ന് മെച്ചമെന്ന് പറയാം. അതുപോലെ അതേലുള്ള കട്ട് വർക്കും എംബ്രോയ്ഡറി വർക്കും വന്നിരിക്കുന്നത് ഈ ബോഡി പാർട്ടിൻ്റെ കളർ ഏതാണോ അതിനോട് തന്നെ മാച്ച് ചെയ്യുന്ന സ്വല്പം ഡാർക്കായിട്ടുള്ള കളറിലാണ്. ഇതുണ്ട്. ഇതിലൊക്കെ ഈ ഡയമണ്ട് ഷേപ്പിൽ വന്നിരിക്കുന്ന എംബ്രോയ്ഡറി വർക്ക് സ്വല്പം ഡാർക്ക് കളറിലാണ്. ഇത് പ്ലീറ്റ്സിൻ്റെ ഭാഗം വരെയും ഇങ്ങനെ വരുന്നു. പിന്നെ പ്ലീറ്റ്സ് ആകുമ്പോൾ ഇങ്ങനെയാണ് വരിക. ഡയമണ്ട് ഷേപ്പുള്ള എംബ്രോയ്ഡറി വർക്ക് ഹാഫായിട്ട് തന്നെ വരുന്നു. ബോർഡറും വരുന്നു. ഇങ്ങനെയാണ് പല്ലുവിലെ ഡിസൈൻ വരിക. ഏത് കളേഴ്സും അതിലെ വർക്കും എല്ലാം നല്ല ഭംഗിയായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെയാണിത് വരിക. വിത്ത് ബ്ലൗസ് പീസ് പ്ലെയിനായിട്ട് തന്നെയാണ് വരുന്നത്. ഇതൊരു ബ്ലൂ ഷെയ്ഡിലാണ് ഇത് വന്നിരിക്കുന്നത്. ഇതിൻ്റെയും 2 സൈഡിലും കട്ട് വർക്കും എംബ്രോയ്ഡറി വർക്കും വരുന്നു. ബോഡി പാർട്ടിൽ ഈ ഡയമണ്ട് ഷേപ്പിലുള്ള എംബ്രോയ്ഡറി വർക്കും വരുന്നു. പ്ലീറ്റ്സിൻ്റെ ഭാഗമാകുമ്പോഴേക്കും ഇങ്ങനെയാണ് വരിക. ഇതാണ് ഇതിൻ്റെ ഈ സാരിയുടെ ഓൾ ഓവർ വരിക. ആണ് പല്ലു വരുന്നത്. പല്ലുവിൻ്റെ ഇതുണ്ടോ, ആ വന്നിരിക്കുന്ന ആ കട്ട് വർക്കും എംബ്രോയ്ഡറി വർക്കും വളരെ ക്ലിയറായിട്ട് തന്നെ
കാണാമെന്ന് എനിക്ക് തോന്നുന്നു. ഈ സൈഡിലും അതുപോലെ തന്നെ വന്നിട്ടുണ്ട്. നല്ല പെർഫെക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഉൾഭാഗവും വരുന്നത് ഇങ്ങനെയാണ്. കാരണം ഒരു നൂല് പൊങ്ങി നിൽക്കുന്നോ അങ്ങനെയൊന്നുമില്ല. നല്ല പെർഫെക്റ്റായിട്ട് തന്നെ ചെയ്തിരിക്കുന്നു. വിത്ത് ബ്ലൗസ് പീസ് പ്ലെയിൻ ആയിട്ട് വരുന്നു. ഇതിൻ്റെ റേറ്റ് വരുന്നത് 1885 ആണ്. അപ്പം ഞാൻ ഇതിൻ്റെ 12 കളേഴ്സ് കാണിച്ചു. അപ്പോൾ ഇതിൽ ഏതാണ് ഇഷ്ടമെന്ന് വെച്ചാൽ ഒരു സ്ക്രീൻഷോട്ട് അയച്ച് ഈ നമ്പറിലേക്ക് അയയ്ക്കുക.